നമസ്കാരം. NCV ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. വിൽപ്പനയ്ക്കായി കാറിൽ കടത്തിക്കൊണ്ടുവന്ന MDMAയുമായി 2 പേർ പിടിയിൽ. വഴിക്കടവ് ആനമറി ചെക്ക് പോസ്റ്റിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഡാൻസ് ഓഫ് ടീം. പിടിച്ചെടുത്തത് 100 ഗ്രാം MDMA. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ കോൺഗ്രസ് അക്രമ കലാപ ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് ആരോപണം. BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽനാഥ് ഉദ്ഘാടനം ചെയ്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് നടത്തി. പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മാനിഷാദ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കാളികാവ് താലൂക്ക് രാമായണ സംവാദ സംഗമം നടത്തി. പരിപാടി നടന്നത് വണ്ടൂർ PRG ഓഡിറ്റോറിയത്തിൽ. വാർത്തകൾ വിശദമായി. വിൽപ്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവന്ന 100 ഗ്രാം MDMAയുമായി വഴിക്കടവിൽ 2 പേരെ ഡാൻസ് ഓഫ് ടീം അറസ്റ്റ് ചെയ്തു. എളങ്കൂർ മണ്ണാത്തി സ്വദേശി കൈതകത്ത് സൈഫുദ്ദീൻ, ചുങ്കത്തറ കൈപ്പിനി സ്വദേശി റിയാസ് അലി എന്നിവരെയാണ് ഡാൻസ് ഓഫ് SI അർഷിദ് കാട്ടുമുണ്ട അറസ്റ്റ് ചെയ്തത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ DYSP VK വിശ്വംഭരൻ നായർ, നർക്കോട്ടിക് സെൽ DYSP NO സിബി എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി 11:30 വഴിക്കടവ് ആനമറി ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ കാർ സഹിതം പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് രാസലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത്. പിടികൂടിയ MDMAക്ക് വിപണിയിൽ 3.5 ലക്ഷത്തോളം രൂപ വില വരും. പ്രതികൾക്ക് മയക്കുമരുന്ന് ലഭിച്ച ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. CPO അനി ജോൺ, ഡാൻസ് ഓഫ് അംഗങ്ങളായ പ്രശാന്ത് പയ്യനാട്, മുഹമ്മദ് സലീം, IK ദിനേശ്, K ജസീർ, ബിജു, രഞ്ജിത്ത്, അഭിലാഷ് കൈപ്പിനി, KT ആഷിഫ് അലി, T നിബിൻദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പുന്നപ്പാല യൂണിറ്റ് സമ്മേളനം നടത്തി. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് C ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വയോജനക്ഷേമ വകുപ്പ് ഉടൻ പ്രവർത്തനക്ഷമമാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഒരു മാറ്റം ഉണ്ടാകുന്നത് 1956 ഒരു കേരളം എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നതോടു കൂടിയിട്ടാണ്. ആ ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം രൂപീകരിച്ചതോടുകൂടി 4-5-6 മാസം പിന്നിട്ട് ഒരു ഏപ്രിൽ മാസം 5-ാം തീയതിയോടുകൂടി കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിനകത്ത് ഒരു ഗവൺമെൻറ് വരുന്നു. ഒരു പുരോഗമന കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു ഗവൺമെൻറ് വരിക. ആ ഗവൺമെൻറ്റാണ് ഈ നാടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം കുറിക്കുന്നത്. 2 പ്രധാനപ്പെട്ട ബില്ലുകൾ. ഒന്ന്, ഞാനും നിങ്ങളും ചവിട്ടി നിൽക്കുന്ന ഭൂമിയുടെ അവകാശികൾ നമ്മളാവണം എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള കുടിയൊഴിപ്പിക്കൽ നിയമം. രണ്ടാമത്, ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും വിദ്യ അഭ്യസിക്കാനാവശ്യമായിട്ടുള്ള, ഈ നാട്ടിലകത്ത് നട്ടെല്ല് നിവർത്തി നിന്ന് ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി കരുത്തു പകരുന്ന രൂപത്തിലേക്ക് മനുഷ്യൻ മാറണം. അതിന് മനുഷ്യർ മുഴുവൻ വിദ്യ അഭ്യസിക്കണം എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു ചിന്താഗതി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് ഭൂപരിഷ്കരണ നിയമവും രണ്ടാമത്തെ വിദ്യാഭ്യാസ പരിഷ്കാരവും. നിർത്തിവെച്ച വയോജനങ്ങളുടെ റെയിൽവേ യാത്രാ ഇളവുകൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും പുന്നപ്പാല ജനതാ ഗ്രന്ഥശാല ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് KP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. B ബാലചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും P ഗോപി സംഘടനാ റിപ്പോർട്ടും T വേലായുധൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. KP മൂസ, KP സത്യനാഥൻ, KP ഭാസ്കരൻ, T ബാലചന്ദ്രൻ, M രാജഗോപാലൻ, K കുമാരൻ, P ശശികുമാർ, A കോമളവല്ലി, PS മുരളീധരൻ, CK അബ്ദുൽ ബഷീർ എന്നിവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി KP രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റുമാരായി K അച്യുതൻ, M ചന്ദ്രമതി, സെക്രട്ടറിയായി B ബാലചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറിമാരായി ബേബിദാസൻ, T ബാലചന്ദ്രൻ, ട്രഷററായി T വേലായുധൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ കോൺഗ്രസ് അക്രമ കലാപ ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് ആരോപിച്ച് BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു.
BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽ നാഥ് ഉദ്ഘാടനം ചെയ്തു. ഇല്ല നിങ്ങൾക്കാവില്ല. ജയ് ബോലോ BJP. ജയ് ബോലോ BJP. UPA ഗവൺമെന്റിന്റെ കാലത്ത് നിരവധി ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടില്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്നിട്ടില്ലേ? അവിടുത്തെ ആളുകളൊക്കെ രാജിവെക്കാൻ വേണ്ടി തയ്യാറായോ? ഇല്ലല്ലോ. തികച്ചും ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീമാൻ ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് രാജിവെച്ചിട്ടുള്ളത്. ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധത അദ്ദേഹം വീണ്ടും കാണിച്ചിരിക്കുകയാണ്. അതേസമയത്ത് ഇവിടുത്തെ കോക്രോച്ച് ജനതാ പാർട്ടി ഇനി എന്ത് പേരിലാണ് സമരം ചെയ്യുക? അവർക്ക് അട്ടിമറിക്കാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി ചെന്നുള്ള കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഒക്കെ അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ആ സമരരംഗത്ത് എത്തിയിട്ടുള്ള ആളുകളുടെ നിരവധി ബൈക്കുകൾ ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളും മറ്റു പത്രദൃശ്യ മാധ്യമങ്ങളും എടുത്തുകൊണ്ട് പുറത്തുവിടുകയുണ്ടായി. ഈ കേരളത്തിൽ നിന്നടക്കം നിരവധി ആളുകളാണ് സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എന്ന പേരിൽ എത്തിയിട്ടുള്ളത്. അവർക്ക് ആർക്കെങ്കിലും നീറ്റ് എന്താണെന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? നീറ്റിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? അതിൽ ആരൊക്കെയാണ് വിദ്യാർത്ഥികളായിട്ടുള്ളത്? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആരെങ്കിലും ആ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലമ്പൂർ റോഡിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം വണ്ടൂർ ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. സുധീഷ് ഉപ്പട അധ്യക്ഷത വഹിച്ചു. സജി ശങ്കർ, ബിജു M സാമുവൽ, അഡ്വക്കേറ്റ് N ശ്രീപ്രകാശ്, PK ഷിനോജ് പണിക്കർ, സംസ്ഥാന സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, KC വേലായുധൻ, മേഖലാ നേതാക്കളായ അഡ്വക്കേറ്റ് KP ബാബുരാജ്, അഡ്വക്കേറ്റ് TK അശോക് കുമാർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകരാണ് പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തത്. CBSE തിരുവനന്തപുരം റീജിയൻ സെന്റർ ഓഫ് എക്സലൻസിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലയിലെ CBSE സ്കൂൾ മാനേജർമാർക്കും പ്രിൻസിപ്പൽമാർക്കുമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മലപ്പുറം സഹോദയയും മലപ്പുറം സെൻട്രൽ സഹോദയയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡോക്ടർ NK മുഹമ്മദ് മെമ്മോറിയൽ MES സെൻട്രൽ സ്കൂളിൽ CBSE അണ്ടർ സെക്രട്ടറിയും സെന്റർ ഓഫ് എക്സലൻസ് മേധാവിയുമായ S നിർമ്മല ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം സിറ്റി കോർഡിനേറ്റർ P ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. വളാഞ്ചേരി MES സെൻട്രൽ സ്കൂൾ ചെയർമാൻ ഡോക്ടർ മൻസൂർ അലി ഗുരുക്കൾ മുഖ്യപ്രഭാഷണം നടത്തി. CBSE പരിശീലക ഡോക്ടർ സ്വീറ്റി S പുളിക്കോട്ടിൽ, ട്രെയിനിംഗ് കോർഡിനേറ്ററും MES സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പലുമായ ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ വിഷയാവതരണം നടത്തി. കേരള സഹോദയ കോംപ്ലക്സ് പ്രസിഡന്റ് ജോജി പോൾ, മലപ്പുറം സഹോദയ പ്രസിഡന്റ് M അതുൽ നാസർ, ജനറൽ സെക്രട്ടറി M ജൗഹർ, മലപ്പുറം സെൻട്രൽ സഹോദയ പ്രസിഡന്റ് നൌഫൽ പുത്തൻ പീഡിയേക്കൽ, ജനറൽ സെക്രട്ടറി CC അനീഷ് കുമാർ, സ്കൂൾ സെക്രട്ടറി PP മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം, CBSEയുടെ പുതിയ അക്കാദമിക മാർഗനിർദ്ദേശങ്ങൾ, വിദ്യാലയങ്ങളിലെ ഗുണനിലവാര വികസനം, അധ്യാപക പരിശീലനം, പരീക്ഷാ പരിഷ്കരണങ്ങൾ, വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതികൾ എന്നിവയെക്കുറിച്ചായിരുന്നു ശില്പശാലയിൽ പ്രതിപാദിച്ചത്. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. വണ്ടൂർ CK മുബാറക് മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മനോഹരമായ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ ഈ പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം LSSനും USSനും കുട്ടികളെ കൂടുതൽ തിരഞ്ഞെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട രക്ഷകർത്താക്കളും അതിലുപരിയായി അതിനുവേണ്ടി പ്രയത്നിച്ച അധ്യാപകരും വിദ്യാർത്ഥികൾക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നതോടുകൂടി ഈ പരിപാടി നമ്മൾ ഈ വർഷത്തെ വിജയികൾക്ക് ഉള്ളതിനേക്കാൾ അടുത്ത പ്രാവശ്യം ഇതിലേറെ കൂടുതൽ വിദ്യാർത്ഥികൾ ജയിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ബൈജു ചെമ്പ്ര, K ഷാവുൽ ഹമീദ്, നിഷ K മാധവൻ, പഞ്ചായത്ത് അംഗങ്ങളായ CT ചെറി, T ഉമ്മർകുട്ടി, KV സിന്ധു, EP മുഹമ്മദ് കുഞ്ഞി, പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. LSS, USS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്.
ഇത്തവണത്തെ LSS പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വിജയികളെ സമ്മാനിച്ച് മികച്ച നേട്ടം കൈവരിച്ച CKA GLP സ്കൂളിനെ ചടങ്ങിൽ പ്രത്യേകം അനുമോദിച്ചു. സ്കൂളിൽ നിന്ന് 26 വിദ്യാർത്ഥികളാണ് LSS പരീക്ഷയിൽ മികച്ച വിജയം നേടിയത്. എടവണ്ണ മുണ്ടേങ്ങരയിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയിൽ നിന്ന് ബാറ്ററികൾ മോഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. വാഹനത്തിലുണ്ടായിരുന്ന 2 ബാറ്ററികളാണ് കവർന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാഹനം എടുക്കാനെത്തിയപ്പോഴാണ് ബാറ്ററി മോഷണം പോയ വിവരം ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് നിലമ്പൂർ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ 27ാമത് കാർഗിൽ വിജയ ദിവസ് ആചരിച്ചു. ഡോക്ടർ അമൽരാജ് MDS ഉദ്ഘാടനം ചെയ്തു. ഉയരത്തിലാണ് കിടക്കുന്നത്. ജലനിരപ്പിൽ നിന്ന്, സമുദ്രനിരപ്പിൽ നിന്ന് 16,000 അടി ഉയരത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there are so many lines in the earth. അതായത് സമുദ്രനിരപ്പ്, അത് കഴിഞ്ഞ് കുറേ കൂടെ ഹൈറ്റിൽ പോകുമ്പോൾ ട്രീ ലൈൻ, അതായത് ട്രീ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ മരം ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും കണ്ടു കാണും കാശ്മീരിൽ ഒരു ഹൈറ്റ് കഴിഞ്ഞാൽ 12,000 അടി ഉയരത്തിൽ കഴിഞ്ഞാൽ പിന്നെ മരങ്ങളില്ല, വെറും പുല്ലുകളെ ഉള്ളൂ. ഓക്കെ, ദെൻ ഗ്രാസ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പുല്ലുകളില്ല, വെറും ബ്രൗൺ കളറുള്ള വെറും. ബ്ലോക്ക് പ്രസിഡന്റ് ക്യാപ്റ്റൻ NA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ECHS ഇൻചാർജ് കേണൽ PS നായർ മുഖ്യപ്രഭാഷണം നടത്തി. PC സക്കറിയാസ് ബാബു, C സുരേഷ് എന്നിവർ സംസാരിച്ചു. TM ബാലകൃഷ്ണൻ സ്വാഗതവും EM തോമസ് നന്ദിയും പറഞ്ഞു. വിവിധ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് നിരവധി വിമുക്ത ഭടന്മാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. യുദ്ധത്തിൽ പങ്കെടുത്ത വീരസൈനികർ അനുഭവം പങ്കുവച്ചു. ആദരവും ഏറ്റുവാങ്ങി. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. KNMന്റെ ഹെൽത്ത് വിംഗായ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. പാലാട് ഗൈഡൻസ് പബ്ലിക് സ്കൂളിൽ നടന്ന ക്യാമ്പ് ആര്യടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. രോഗം വരുന്ന വഴികളെ തടയലാണ് ഏറ്റവും പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളൊക്കെ ആരോഗ്യ പരിപാലന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്, മറ്റേത് സംസ്ഥാനത്തെ അപേക്ഷിച്ചാണ്. പക്ഷേ ആ ശ്രദ്ധ പരമാവധി നമ്മളെ മുതലെടുക്കാൻ ഇന്ന് മറ്റുള്ളവർ ശ്രമിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കണക്ക് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക, എന്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മുടെ ചുറ്റുപാടും രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത്, ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ വരെ വണ്ടി കയറി അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറി പോകുമ്പോൾ എൻ്റെ അടുത്തൊന്നും ആ ട്രെയിനിൽ പോലും തിരുവനന്തപുരം RCCയിലേക്ക് ചികിത്സക്ക് പോകുന്ന ക്യാൻസർ രോഗികളെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് രാജ്യറാണിയിൽ കയറിയാൽ എൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് കീമോതെറാപ്പി കഴിഞ്ഞ് ചെക്കപ്പിന് പോകുന്ന ആള്, എന്റെ വലതുഭാഗത്തിരിക്കുന്നത് തിരുവനന്തപുരത്തേക്ക് ബയോപ്സിന്റെ റിസൾട്ടിന്റെ വിവരം അറിയാൻ പോകുന്ന ആള്, എന്റെ നേരെ മുൻപിലിരിക്കുന്നത് അവിടെ ചികിത്സ നേടി 6 മാസം കഴിഞ്ഞ് ചെക്കപ്പിന് പോകുന്ന ആള്. ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്ന, ഇപ്പൊ തന്നെ നമ്മുടെ വണ്ടിയിലെ ഒരു 15% യാത്രക്കാരും തിരുവനന്തപുരത്തെ RCCയിലേക്ക് ചികിത്സക്ക് പോകുന്നില്ല. വഴിക്കടവ് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KM അമീൻ ഫൈസൽ, ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ M റിൻഷ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. IMB ഹെൽത്ത് ഇൻസ്പെക്ടർ CK നാസർ അഹമ്മദ് ജീവൻ രക്ഷാ പരിശീലനം നൽകി. ഹെൽത്ത് ATM മെഷീന്റെ സഹായത്തോടെ പരിശോധന നടത്തിയ ശേഷമാണ്
ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഡോക്ടർമാർ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയത്. കണ്ണ് പരിശോധന, ഹെൽത്ത് ATM ആരോഗ്യ പരിശോധന, കൗൺസിലിംഗ്, ആരോഗ്യ സെമിനാർ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. നിലമ്പൂരിലെ 2 സ്വകാര്യ ആശുപത്രികളുടെ സഹകരണത്തോടെ നടന്ന ക്യാമ്പിൽ ജനറൽ ഫിസിഷ്യൻ, ശിശുരോഗ വിദഗ്ധൻ, ENT വിദഗ്ധൻ, നേത്രരോഗ വിദഗ്ധൻ എന്നിവരുടെ സേവനങ്ങളും ഉണ്ടായിരുന്നു. IMB ചെയർമാൻ P. അബൂബക്കർ മദനി അധ്യക്ഷത വഹിച്ചു. IMB ജില്ലാ സെക്രട്ടറി മുസ്തഫ കാരക്കുന്ന്, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹമീദ് ഇബ്രാഹിം, KNM ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഇസ്മായിൽ എഞ്ചിനീയർ, സെക്രട്ടറി T. യൂസഫ് അലി സൊലാഹി, KVVS എടക്കര യൂണിറ്റ് പ്രസിഡന്റ് CK ബാബു, IMB രക്ഷാധികാരി C. മുഹമ്മദ് സലീം സുല്ലമി, സെക്രട്ടറിമാരായ E. അഷ്റഫ്, അബ്ദുറഹ്മാൻ ഉമരി, EA നൌഷാദ്, എക്സിക്യൂട്ടീവ് അംഗം അലവിക്കുട്ടി, ജലീൽ മാമാങ്കര എന്നിവർ സംസാരിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കാളികാവ് താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ മാനിഷാദ എന്ന പേരിൽ രാമായണ സംവാദ സംഗമം സംഘടിപ്പിച്ചു. വണ്ടൂർ PRG ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന രക്ഷാധികാരി M. കദംബൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. B. രവിപ്രസാദ് അധ്യക്ഷത വഹിച്ചു. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ സംശയ നിവാരണ പ്രഭാഷണം നടത്തി. ശ്രീരാമൻ എന്ത് ചെയ്യുന്നതും അതിൻ്റെ പൂർണ്ണതയിലാണ് ചെയ്യുക. ശ്രീരാമനോട് ആവശ്യപ്പെട്ടത് 14 വർഷം വനവാസം ചെയ്യാനാണ്. വനവാസന്റെ കാട്ട് താമസിക്കാന്നല്ല, തീർത്തും ഒരു വനചരന്റെ രീതിയിൽ വനത്തിൽ താമസിക്കണം. അതുകൊണ്ട് അതിർത്തി പ്രദേശത്ത് സുഖമായിട്ട്, എന്തിനാ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്നത്? അതൊരു അരക്ഷിതത്വ ബോധമുള്ളത് കൊണ്ടല്ലേ? ഇല്ല, മനസ്സിലായില്ല? ഒരു അരക്ഷിതത്വ ബോധം, ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവുമ്പോഴാണല്ലോ നമ്മളെ രക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരാളെ അടുത്ത് പോയി താമസിക്കുക. രാമനതുണ്ടോ? ഇല്ല. പിന്നെന്താ? ഉണ്ടെങ്കിൽ വനവാസാവുമോ? ആവില്ല. അതുകൊണ്ട് രാമൻ പോയി എന്ന് മാത്രമല്ല, ഇവിടെയാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ശ്രീരാമനോട് വനവാസികളായ മഹർഷിമാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഏറ്റവും ഉചിതമായൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ താമസമുറപ്പിച്ചു. വളരെ പണിപ്പെട്ടിട്ടാണ് പർണശാലയൊക്കെ ഉണ്ടാക്കിയത് ചിത്രകൂടത്തിൽ. കാളികാവ് താലൂക്ക് സെക്രട്ടറി VK മധുസൂദനൻ, താലൂക്ക് മാതൃസമിതി പ്രസിഡന്റ് ഉഷാ വിജയൻ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ നിന്നും നിരവധി ആളുകൾ പങ്കെടുത്തു. പരിപാടിക്ക് ശേഷം കർക്കിടക ഔഷധക്കഞ്ഞി വിതരണവും നടന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഇടിവണ്ണ പാറേക്കാട് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ സർവൈശ്വര്യ പൂജ നടത്തി. ക്ഷേത്രം മേൽശാന്തി രാകേഷ് തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷമാണ് സർവൈശ്വര്യ പൂജ നടന്നത്. രാമോം വിഗ്രഹം ധർമ്മ എന്ന വിഷയത്തിൽ തേഞ്ഞിപ്പലം രാമൻകുട്ടി ആധ്യാത്മിക പ്രഭാഷണം നടത്തി. എല്ലാ ഗ്രന്ഥങ്ങളും അങ്ങനെയാണ്. പക്ഷെ രാമായണം കാലദേശാതീതമാണ്. രാമായണത്തിലെ തത്വം എന്ന് പറയുന്നത് കാലദേശാതീതമാണ്. കാലത്തിനും ദേശത്തിനും അതീതമായ ചിന്തകളാണ് രാമായണത്തില് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് രാമായണം കാലം കഴിയുന്തോറും ആളുകൾ വായിച്ചുകൊണ്ടേയിരിക്കാൻ കാരണം. കാലദേശാതീതമായിട്ടുള്ള ചിന്തകളെയാണ് രാമായണം മുന്നോട്ട് വയ്ക്കുന്നത്. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. നിലമ്പൂർ ചക്കാലക്കുത്ത് സാർക്ക് വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. വേൾഡ് കപ്പ് പ്രവചന മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. പ്രണവ് അധ്യക്ഷനായി. രാമദാസ്, രവീന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ, ലൈബ്രറിയൻ വിജിത എന്നിവർ സംസാരിച്ചു. ഷെറിൻ ജലീൽ സ്വാഗതം പറഞ്ഞു. വേൾഡ് കപ്പ് പ്രവചന മത്സരത്തിൽ നറുക്കെടുപ്പിൽ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ വിജയികൾക്ക് ജേഴ്സിയും സമ്മാനങ്ങളും വിതരണം ചെയ്തു. മൈലാടി GUP സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടത്തി. ചോളമുണ്ട GLP സ്കൂൾ പ്രധാന അധ്യാപകൻ തമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശാസ്ത്ര പരീക്ഷണങ്ങളുടെ അകമ്പടിയോടെ കുട്ടികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. സയൻസ്, സാമൂഹ്യം, ഗണിതം, ഹിന്ദി, അറബി തുടങ്ങിയ ക്ലബ്ബുകളുടെ ഉദ്ഘാടനമാണ് നടത്തിയത്. പ്രധാന അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകി.
പള്ളിച്ചേരി റബി ഉൽ ഇസ്ലാം മദ്രസയിൽ ഷൈഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് അനുസ്മരണവും പ്രാർത്ഥനാ സംഗമവും സംഘടിപ്പിച്ചു. അഞ്ചച്ചവടി റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് ജലാലുദ്ദീൻ ഫൈസി, സോദർ മുഅല്ലിം മുഹമ്മദ് ഷാഫി ഫൈസി എന്നിവർ അനുസ്മരണം നടത്തി. സയ്യിദ് ജലാലുദ്ദീൻ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അബ്ദുൾ റഷീദ് ബാഖവി, അബ്ദുൽ കരീം ഫൈസി, അബ്ദുൽ നാസർ ദാരിമി, ഷിഹാബുദ്ദീൻ ദാരിമി, സൈഫുള്ള ഫൈസി, ഫയാസ് ഫൈസി, ഷെരീഫ് ഫൈസി, അസ്ലം, ഷഫീഖ് എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. പ്രധാന വാർത്തകൾ വീണ്ടും. വിൽപ്പനയ്ക്കായി കാറിൽ കടത്തിക്കൊണ്ടുവന്ന MDMAയുമായി 2 പേർ പിടിയിൽ. വഴിക്കടവ് ആനമറി ചെക്ക് പോസ്റ്റിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഡാൻസ് ഓഫ് ടീം. പിടിച്ചെടുത്തത് 100 ഗ്രാം MDMA. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ കോൺഗ്രസ് അക്രമ കലാപ ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് ആരോപണം. BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽ നാഥ് ഉദ്ഘാടനം ചെയ്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് നടത്തി. പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മാനിഷാദ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കാളികാവ് താലൂക്ക് രാമായണ സംവാദ സംഗമം നടത്തി. പരിപാടി നടന്നത് വണ്ടൂർ PRG ഓഡിറ്റോറിയത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.